Hello guys, welcome back to my YouTube channel Techwithdude. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കനോൺ ആണ്. കനോൺ എന്ന് വെച്ചാൽ മലയാളത്തിൽ അതിനെ ബിരങ്കി എന്ന് പറയും. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ്. എന്നാൽ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനലിൽ ഇറങ്ങി സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ മാർക്കാൽ എനേബിൾ. നമുക്ക് വീഡിയോ. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യമായിട്ട് ഇതേപോലത്തെ ഒരു കുഞ്ഞൊരു PVC പൈപ്പ് എടുക്കാം. നമ്മളിത് ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലത്തെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ഭാഗം നമുക്ക് അടച്ചെടുക്കണം. ഇങ്ങനെ ഒരു മെഴുകുതിരി യൂസ് ചെയ്തിട്ട് ആ ഒരു PVC പൈപ്പ് ഇതേപോലെ ചൂടായി കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റും. നന്നായിട്ടൊന്ന് എയർ ടൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡിക്ക് സംഭവം വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ഒരു ഫ്ലഷ് ക്യൂക്കോ അല്ല അങ്ങനെ നന്നായിട്ട് ഒട്ടുന്ന ഏതെങ്കിലും ഒരു ഗം യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവം സൂപ്പർബായിട്ട് ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ഒരേ സൈസിൽ വരുന്ന രണ്ട് ബോട്ടിൽ ക്യാപ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരേ കളർ കിട്ടണമെന്നൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ആ ഒരു ബോട്ടിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഹോൺ അടക്കിയെടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെറ്റൽ റോഡ് എടുത്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയെടുക്കാം. രണ്ട് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടത് ഇതേപോലത്തെ ഒരു ചെറിയൊരു ബാംബൂ സ്റ്റിക്ക് എടുക്കുക. ജസ്റ്റ് ഒന്ന് കളറൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ബോട്ടിൽ ക്യാപ്പിൻ്റെ നമ്മൾ ഹോൾഡ് എടുത്തില്ലേ അതിൻ്റെ ഉള്ളിൽ കൂട്ടി ഇതേപോലെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കി വരുന്നത് നമുക്ക് പൊട്ടിച്ച് കളയാം. അപ്പോൾ ഇത് ഏകദേശം കാണാൻ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. വെറുതെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ഫ്ലഷ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അതൊന്ന് ഒട്ടിച്ചൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പീസ് നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു സ്ട്രോ എടുക്കാം. ഇത് ചെറിയൊരു പീസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതേപോലത്തെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ആ ബാംബൂ സ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടാക്കിയില്ലേ അതിൽ രണ്ടാമത്തിലേക്ക് ഇതേപോലെ ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ബാംബൂ പീസ് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ ജസ്റ്റ് ചെറിയൊരു ടയറായിട്ടുണ്ട്. അപ്പോൾ അതവിടെ സെറ്റായി. നമുക്ക് ഈ ഒരു സ്ട്രോൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഫ്ലഷ് ക്യൂക്ക് കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച PVC പൈപ്പ് ജസ്റ്റ് ഇതിൻ്റെ മുകളിലാക്കിയിട്ട് ഒട്ടിച്ചെടുക്കണം. അത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് കുഞ്ഞൊരു ഹോൾ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിത് ഇതേപോലത്തെ ഒരു ഫ്ലാറ്റായ സർഫസിലേക്ക് വെക്കുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗം അങ്ങ് താണിട്ടാണ് ഉണ്ടാവുക. സാധാരണ പീരങ്കികൾ ഈ ഒരു സൈസ് ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ സാധാരണയായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ ക്യാപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതേപോലത്തെ മണൽ നിറച്ച് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ നമുക്കത് അവിടെ സോൾവ് ആവും. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വെറുതെ നിറച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം എന്ത് ചെയ്യണം, ജസ്റ്റ് എന്തെങ്കിലും വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ അടുത്ത പണി വരുന്നത്. നമ്മൾ സ്ഥിരം പോരാളിയായ നമ്മുടെ സ്വന്തം ഫ്ലഷ് ക്യൂക്ക് എടുത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത്ര സമയം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അതായത് ഇതിൻ്റെ മരുന്നുണ്ടാക്കേണ്ട രീതിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും തീപ്പെട്ടികൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഓരോ കൊള്ളിയിലെയും ഈ ഒരു ഭാഗത്തുള്ള മരുന്ന് ഈ ഒരു പ്ലെയർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്തെടുക്കണം. കുറേ സമയത്തിന് ശേഷം നമ്മളിത് ഇത്രയും മരുന്നുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ പീരങ്കിലേക്ക് ഇടാൻ ആവശ്യമായ ഉണ്ടയാണ്. സാധാരണ പീരങ്കിൻ്റെ ഉണ്ട ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് നമ്മൾ അലുമിനിയം ഫോയിൽ എടുത്ത് ചുറ്റി എടുത്തതാണ്. പിന്നെ നമ്മൾ പീരങ്കി ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ ആ ഒരു വലിയ പീരങ്കി നമ്മൾ മിക്സായിപ്പോയി. സാറിൽ നമ്മൾ അതേപോലെ തന്നെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിൽ ജസ്റ്റ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് തിരിയാണ്. അത് നമുക്ക് കുത്തിപ്പട്ടാസ്, എൻ്റെ നാട്ടിൽ കുത്തിപ്പട്ടാസ് എന്നറിയപ്പെടുന്ന നമ്മൾ ക്യാപ്സ് ഇതേപോലെ വെള്ളത്തിൽ പൊതിർത്തിട്ടേക്കുക. അതിനുശേഷം ഇതേപോലെ ജസ്റ്റ് ആ ഒരു പേപ്പറിൻ്റെ പീസ് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഓരോ ആ ഒരു ക്യാപ്സിൻ്റെ മരുന്ന് നമുക്ക് ശേഖരിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം യൂസ് ചെയ്തിട്ട് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെക്കുക. ഇതേപോലെ ഡൈല്യൂട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ വിളക്കിനൊക്കെ യൂസ് ചെയ്യുന്ന തിരി ജസ്റ്റ് അതൊന്ന് ഇതാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ട, മരുന്ന്, തിരി അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതിനുശേഷം നമുക്ക് നമ്മൾ പീരങ്കി എടുത്തതിന് ശേഷം ഫസ്റ്റ് നമുക്ക് തിരി അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തായിട്ടൊരു ഹോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മരുന്നുള്ള ഭാഗം താഴത്തേക്ക് വരുന്ന രീതിയിലാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ട ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് കുറച്ചായിട്ട് നമ്മൾ മരുന്നും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് കത്തിച്ച് നോക്കാം. അപ്പോൾ ഈ കനോൺ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് മേടിച്ച് ചെയ്തോ എന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്ക് തന്നെ ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മാർക്ക് അത് എന്നെ വിളിക്കുക. വ്യത്യസ്തമായ വീഡിയോസുകളും ഇനി അടുത്ത ആഴ്ച കാണാം. അതെനിക്ക് ബൈ.